ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പോണ്ടിച്ചേരിയിലെ എൻ്റെ സ്റ്റേയിലാണ്. നോക്കിയേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേ ആണ്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. സ്റ്റേയുടെ ഞാൻ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഈ സ്റ്റേക്ക് 1 ഡേ 1280 വന്നത്. ഞാൻ 2 ഡേയ്സിനാണ് എടുത്തേക്കുന്നത്. ഓഫർ ഉണ്ടായിരുന്നു. കൂടിപ്പോയ 1500 ആ റേഞ്ച് വരെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഞാൻ മേക്ക് മൈ ട്രിപ്പിലാണ് ബുക്ക് ചെയ്തത്. ഇവിടെ നല്ല കാമാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ ഒരു ഏരിയ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ മരങ്ങളൊക്കെ ആയിട്ട് മരങ്ങൾ ചുറ്റിയൊക്കെ നിന്ന് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. മീൻസ് നമ്മളൊരു നോർമൽ ഹോട്ടൽ എടുക്കുന്നതിലും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് വൈറ്റ് ടൗണിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ എന്താണ്ട് വൈറ്റ് ടൗൺ വരുന്നത്. നമുക്ക് സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്റർ വരുന്നുണ്ട് ഈ ഒരു സ്റ്റേ. ഞാൻ 2 വീലർ എടുത്തിട്ടാണ് വന്നത്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് വൈറ്റ് ടൗണിലേക്ക് പോകാം. ആ കാണുന്നതാണ് എൻ്റെ റൂം. ഇതാണ് ഹോട്ടൽ ഫുള്ള് വരുന്നത്. അകത്ത് പാർക്കിംഗ് ഇല്ല, അതേ പുറത്ത് പാർക്കിംഗ് ആണ്. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് ഇന്നത്തെ നാളത്തെ നമ്മുടെ സാരഥി. അപ്പോൾ നമുക്ക് നമ്മുടെ സാരഥിനെ കൂട്ടിയിട്ട് വൈറ്റ് ടൗണിൽ പോകാം. ഈ കാണുന്നത് ആദ്യത്തെ നോട്ടത്തിൽ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാട്ടർ ടാങ്കൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതൊന്നും അല്ല. ഇതാണ് പോണ്ടിച്ചേരി ഗവൺമെന്റിന്റെ പാർലമെന്റ് മന്ദിരം. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക് 300 വർഷത്തിന് മേളിൽ പ്രായമുള്ള വൈറ്റ് ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ാണ് 1674 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുതുച്ചേരിയിൽ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ വരുന്നത്. അവരിവിടെ വന്നപ്പം അവർക്ക് താമസിക്കാനും അതേപോലെ ട്രേഡ് ചെയ്യാനും പറ്റിയ പെർഫെക്റ്റ് പ്ലേസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തപ്പോൾ അവര് ഇവിടെ ഒരു ഫ്രഞ്ച് കോളനി ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർ ബിൽഡ് ചെയ്തേക്കുന്ന ബിൽഡിങ്സും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പേസ്റ്റൽ കളേഴ്സിലും അതേപോലെ ഡിഫറെന്റ് ആർക്കിടെക്ചറൽ മാർവലസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഇവിടെ ഉള്ളത്. ഓരോ വീടിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഭംഗികൾ ഉണ്ടാവും. ചിലതിൻ്റെ ഡോറാണ് ഡിഫറെൻ്റ് എങ്കിൽ ചിലതിൻ്റെ ആർക്കിടെക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രിക്ക് ആയിരിക്കും. അങ്ങനെ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. 1761 ബ്രിട്ടീഷുകാർ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ ഫ്രഞ്ച് കോളനി മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് ഫ്രഞ്ചുകാർ ഓരോ ബ്രിക്ക് ബൈ ബ്രിക്ക് ബിൽഡ് ചെയ്തെടുത്ത ഒരു പ്ലേസ് ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വൈറ്റ് ടൗൺ. അങ്ങനെ യൂറോപ്യൻസും ഫ്രഞ്ചുകാരും താമസിച്ച ആ സ്ഥലത്തിനെ വൈറ്റ് ടൗണും നമ്മുടെ നോർമൽ ഇന്ത്യൻസ് ലോക്കൽ തമിഴ് ആൾക്കാർ താമസിച്ച സ്ഥലത്തിനെ ബ്ലാക്ക് ടൗൺ എന്നാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഫ്രഞ്ചിഷ് ടോൺ അല്ലെങ്കിൽ ഒരു പ്രൊണൗൺസിയേഷൻ ഉള്ള പേരായിരുന്നു പോണ്ടിച്ചേരി. അത് നമ്മൾ 2006 പുതുച്ചേരി എന്ന് ചേഞ്ച് ചെയ്തു. പുതുച്ചേരി എന്ന് പറയുമ്പം പുതിയ ടൗൺ അല്ലെങ്കിൽ പുതിയ വില്ലേജ് എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നോർമൽ സൗത്ത് ഇന്ത്യൻ ഫുഡും കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഹൈപ്പുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫുഡാണ്. അതേപോലെ ആ ഫ്രഞ്ച് ഫുഡിനാണെങ്കിൽ ഭയങ്കര റേറ്റുമാണ്. വീടാണോ ഇത്? സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ആക്ച്വലി ഇതൊരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഫ്രഞ്ച് ടൗണും റോക്ക് ബീച്ചും ഒക്കെ നോർമൽ അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണെങ്കിൽ പോലും അതിന് അപ്പുറം ഇവിടെ അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളില്ല. ഈ വൈറ്റ് ടൗണിലാണെങ്കിൽ പോലും ചിലയിടത്ത് മാത്രമേ ഈ ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്ന ഒരു കഥവുണ്ടാവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബിൽഡിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു വോൾ ഉണ്ടാവാം. അതൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് പോലെ ഫുൾ അങ്ങനെയല്ല. ജസ്റ്റ് ഒരു വോളോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ചെറിയൊരു പ്ലേസ് മാത്രമാണ് നമുക്ക് ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു പ്ലേസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഓവറായിട്ട് ഹൈപ്ഡ് ആയിട്ടുള്ള ഫീലാണ് കിട്ടിയത്. ഇതിലും എനിക്ക് കുറച്ചുകൂടെ ഞാൻ മുംബൈ അതേപോലെ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ അഭിപ്രായമാണ്. എനിക്കിങ്ങനെ ഫീൽ ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചി,
ഈവൻ ഫോർട്ട് കൊച്ചി നമുക്ക് പോണ്ടിച്ചേരിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് പോണ്ടിച്ചേരിനേക്കാൾ കൂടുതൽ ഒരു ഇത് ഫീൽ ചെയ്ത് കൂടുതൽ നല്ലതായിട്ട് ഫീൽ ചെയ്ത ഫോർട്ട് കൊച്ചിയാണ്. ആ ഒരു ഏരിയ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇവിടെ ഈ വൈറ്റ് ടൗൺ എനിക്ക് തോന്നുന്നില്ല അധികം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈപ്പ് മീൻസ് റോഡ്സ് ആണെങ്കിലും ഈ വീഡിയോയിൽ കാണുന്നത്ര ബ്യൂട്ടിഫുൾ ഇല്ല നമ്മളത് നേക്കഡ് ഐസ് കൊണ്ട് കാണുമ്പോഴത്തേക്കും. ഇത് ജെന്യുവൻലി എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം എനിക്കത് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. ബാക്കി നിങ്ങൾ ബാക്കിയുള്ളവർ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ പോകാത്തതുകൊണ്ടാവാം എനിക്ക് റോക്ക് ബീച്ച് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി ഈവൻ വൈറ്റ് ടൗൺ ആണെങ്കിലും അതേപോലെ ഈ ഈനൻ ബീച്ച് ആണെങ്കിലും ഈ ബീച്ചുകളൊന്നും എനിക്ക് അത്ര പാരഡൈസ് ബീച്ച് പിന്നെയും കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ളൂ. എന്നാലും അത്ര ഹൈപ്പുള്ള ബീച്ചുകളൊന്നും അല്ല. എനിക്ക് പേഴ്സണലി അത്രയും ഒരു തമിഴ്നാട്ടിൽ പോയ ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത്ര ഭയങ്കര ഒരു ഫ്രഞ്ച് കൾച്ചറിലോട്ട് ചെന്നൊരു ഫീലൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ചിലപ്പോൾ ഞാൻ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നതുകൊണ്ടാവാം എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. വൈറ്റ് ടൗൺ നടന്ന് കാണാമെന്ന് ഞാൻ നടുവേദന ആയതുകൊണ്ട് ടൂ വീലറിൽ കാണുന്നു ഗൈസ്. ഭയങ്കര നടുവേദന. ട്രെയിനിൽ അങ്ങനെ കിടന്നിട്ടേ മനസ്സിലാകാത്തൊരു കഴിഞ്ഞ വീഡിയോ ആദ്യം ഇട്ട വീഡിയോ കണ്ടാൽ മതി. പോണ്ടിച്ചേരി ടു ഷോർണൂർ ടു പോണ്ടിച്ചേരി വീഡിയോ അതിലറിയാം. ദുരിതയാത്രയായിരുന്നു. അങ്ങനെ ടൂ വീലറിൽ വൈറ്റ് ടൗൺ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മളത് റോക്ക് ബീച്ചിലോട്ട് പോവാണ്. ഇതിൻ്റെ നമ്മൾ റോക്ക് ബീച്ചിലെത്തി. സത്യം പറയാലോ വിശന്നും ദാഹിച്ചും പണ്ടരടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ മീൻ കുഴമ്പ്, ക്രാബ് കറി അങ്ങനെ. പക്ഷെ ഞാനൊരു ബഡ്ജറ്റ് ട്രാവലർ ആയതുകൊണ്ട് തന്നെ പിന്നെ 400 രൂപയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ടും ഒരു ബ്രെഡിൽ ന്യൂട്ടെല്ല വെച്ചിരുന്നതിന് 400 രൂപയ്ക്കാണ് കണ്ടത് മെനു നോക്കിയപ്പോൾ. ഇല്ലാത്തതുകൊണ്ടും ഞാൻ നോർമലി റേറ്റ് കുറഞ്ഞ ഫുഡാണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഫുഡ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പട്ടിണിയാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ടില്ല. പക്ഷെ വിട്ടും ദാഹിച്ചിട്ടും മേല. ഇനിയിപ്പം എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മുമ്പ് വരുന്ന വരെ ഞാനൊരു സ്നാക്സ് കട കണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. 1 രൂപ വെള്ളവും വാങ്ങണം, സ്നാക്സും നോക്കണം. അപ്പം നമുക്ക് റോക്ക് ബീച്ചിലോട്ട് പോകാം. അതിന് മുമ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫേമസ് റോക്ക് ബീച്ചിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുള്ളും ലോങ്ങുമായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ റോക്ക് ബീച്ച്. ഇവിടെ കിടക്കുന്ന ഈ റോക്സ് അല്ലെ കല്ലുകൾ പുറത്തുനിന്ന് കൊണ്ടിട്ടതാണ് ശക്തമായി തിരമാലകൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഹൗസ് ആണ് ഇത്. ആക്ച്വലി വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു റോക്ക് ബീച്ചിലെ സൺസെറ്റ് അടിപൊളിയാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. സൺ അവിടെ, ബീച്ച് ഇവിടെ, എങ്ങനെ സെറ്റ് അടിപൊളിയാവും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റോക്ക് ബീച്ച് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് ഉള്ളൊരു ബീച്ചാണ്. ഒന്നീ വൈറ്റ് ടൗണിന് അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ പഴയ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. തേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോളസ്റ്റ് ഗാന്ധിജിയുടെ സ്റ്റാച്യു ഉള്ള സ്ഥലം കൂടെയാണ് ഈ റോക്ക് ബീച്ച്. ഈ ഗാന്ധിജിയുടെ സ്റ്റാച്യുവിന് ചുറ്റും ഒരു 8 ഗ്രാനൈറ്റ് പില്ലേഴ്സ് ഉണ്ട്. ജിഞ്ചി ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന റോക്സ് ആണ്. ബീച്ച് ഫുഡ് കോർട്ട് ആൻഡ് ടോയ് ഷോപ്സ് ആണ്. അപ്പുറത്ത് ഡ്രസ്സിന്റെ ഷോപ്സും ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. നമുക്ക് എന്തെങ്കിലും ഞം കിട്ടുമെന്ന് നോക്കാം. வாங்க மேடம் உட்காரு மெனு తీసుకోమా സ്വീറ്റ് കോൺ. കാണാൻ വലുതായിട്ട് തോന്നും, പക്ഷെ ഇച്ചിരി ചെറിയ കപ്പാണ്. 30 രൂപ. 30 രൂപയാണ് ഇത്രയും സമോസയ്ക്ക്. ഒനിയൻ സമോസ ടേസ്റ്റ് ചെയ്യുന്നത്.
നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബേൽപുരി അല്ല ഇത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേൽപുരി. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് കാണാൻ മേടിച്ചത്. കഴിച്ചു പോകാം. ഓക്കെ ബട്ട് സ്റ്റിൽ നാട്ടിലെ ബേൽപുരി ഈസ് ബെസ്റ്റ്. ഒരു തമിഴ്നാട് ടച്ചുള്ള ബേൽപുരിയാണ്. ഈ ബേൽപുരിയിൽ ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില, ഒരുപാട് എരിവ്. ഞാൻ രണ്ടാമത് പോയിട്ട് സോസ് ഒഴിപ്പിച്ച്, എന്നിട്ടും ഒരു മാറില്ല. അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ. റോക്ക് ബീച്ചിൽ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഞാൻ ഭയങ്കരമായിട്ട് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നാളത്തെ കാര്യത്തിൽ തീരുമാനമാണ്. സൗണ്ടൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. പോകുന്നവന് നൈറ്റിലേക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണം. വിശപ്പ് മാറിയിട്ടില്ല. ഇപ്പോൾ പോയിട്ട് നാളെ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാമേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചോളം എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് നമ്മളത് ഒരിക്കലും മിസ് ചെയ്യാറില്ല. ഓക്കെ, ചോളം ഈസ് മൈ കട്ട വീക്ക്നെസ്. ഒരിക്കലും മിസ് ചെയ്യാത്ത സാധനം. സൂപ്പർ. ഒരു കഞ്ഞി വയ്ക്കുമ്പോൾ തന്നെ അടിപൊളി.